Hi, welcome to Hotel Airline Castle. I am Executive Chef Anoop Davids. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ചിക്കൻ ചിക്കി എന്ന് പറഞ്ഞൊരു ഡിഷാണ്. ഇതൊരു ഡ്രൈ പ്രിപ്പറേഷനാണ്. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ചിക്കൻ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ജിഞ്ചറുണ്ട്, ഗാർലിക്കുണ്ട്, കറിവേപ്പിലയുണ്ട്, ഗ്രീൻ ചില്ലിയുണ്ട്. ഇതെല്ലാം കൂടി കൊത്തിയരിഞ്ഞ് കാശ്മീരി ചില്ലി പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പൗഡർ, ലൈറ്റായ ടർമറിക് പൗഡർ, സോൾട്ട്, ലൈം ജ്യൂസ് ഇതെല്ലാം കൂടി നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിനെ ചിക്കി എടുക്കുക. വളരെ സിമ്പിളാണ്. ചിക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് വീട്ടിലെല്ലാം ട്രൈ ചെയ്യാവുന്ന ഡിഷാണ്. ഇത് നമുക്ക് സ്റ്റാർട്ടറൊക്കെ ആയിട്ട് കഴിക്കാം. വളരെ ഡ്രൈ ആയിട്ട് വളരെ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല. ഇത് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ കഴിക്കാവുന്ന ദിവസമുള്ളൂ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ ഇതിന് കോക്കനട്ട് ഓയിലാണ് നല്ലത്. കോക്കനട്ട് ഓയിലിന് ആഡ് ചെയ്യാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി ഇത് 3 കിലോ ആഡ് ചെയ്യണം. ആദ്യമേ തന്നെ ഗാർലിക് ആഡ് ചെയ്യുന്നു, ദെൻ ജിഞ്ചർ ആഡ് ചെയ്യുന്നു, ഗ്രീൻ ചില്ലി, അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുള്ളി, ഷാലറ്റ്സ് അതിനെയും കൂടി ആഡ് ചെയ്യുന്നു. ശരിക്കൊന്ന് വഴറ്റിയെടുക്കണം. ലൈറ്റായിട്ട് കറിവേപ്പില നേരത്തെ നമ്മൾ കൊത്തിയരിഞ്ഞ് നേരത്തെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. എങ്കിൽ ലൈറ്റായിട്ട് മലയാളികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറാണ് കറിവേപ്പില. നമ്മളിത് ഇതിൻ്റെ ഉള്ളിയും അതുപോലെ തന്നെ ജിഞ്ചറും ഗാർലിക്കെല്ലാം വഴറ്റിയിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിൻ്റെ മസാല ആഡ് ചെയ്യാം. ലൈറ്റായിട്ട് കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങളുടെ സ്പൈസിക്ക് അനുയോജ്യമായ രീതിയിൽ വേണം മുളക് ചേർക്കാനായിട്ട്. പക്ഷേ നമ്മൾ നേരത്തെ ഇതിൽ മസാല ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്വല്പം ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നു. ലൈറ്റായിട്ട് ടർമറിക് പൗഡർ ആഡ് ചെയ്യുന്നു. ചിക്കൻ്റെ പ്രിപ്പറേഷനാണല്ലോ, അപ്പോൾ നമുക്ക് മല്ലി ഒഴിച്ചു വിടാൻ പറ്റില്ല. മല്ലിപ്പൊടി ശരിക്കും സോട്ട് ചെയ്തെടുക്കാം. മസാല ശരിക്കും മൂക്കണം. ലൈറ്റായിട്ട് സ്റ്റോക്ക് ആഡ് ചെയ്യും. ചിക്കൻ്റെ സ്റ്റോക്കാണ്. മസാല ഒന്ന് മിക്സ് ആവാൻ വേണ്ടി നല്ലതായിരിക്കും. ഇത് ഡ്രൈ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് ഇതിൽ സ്റ്റോക്കിൻ്റെ അളവൊന്നും അധികം വേണ്ട കേട്ടോ. വളരെ കുറച്ചായിട്ട് മതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ശരിക്കും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് കട്ട പിടിക്കരുത്. ലൈറ്റായിട്ട് ഗരം മസാല പൗഡർ ആഡ് ചെയ്യാം. നല്ല പെരിഞ്ചീരക പൊടി, ലൈറ്റായിട്ട് പെപ്പർ പൗഡർ, നേരത്തെ നമ്മൾ ലൈം ജ്യൂസ് ഒഴിച്ചേർന്നതാണ്. ലൈം ജ്യൂസിലാണ് മാനേജ് വെച്ചിരുന്നത്. എന്നാലും ഒരു ലൈറ്റായിട്ട് കുറച്ചും കൂടി ലൈം ജ്യൂസ് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. റെഡിയായി കഴിഞ്ഞു. ചിക്കൻ ചിക്കിയത് റെഡിയായി. പ്ലേറ്റ് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് വേറെ ഒന്നുമില്ല, നമ്മുടെ എഗ്ഗിൻ്റെ യോക്ക് മാത്രമായിട്ട് എടുക്കുക. എഗ്ഗിൻ്റെ യോക്കിൽ ലൈറ്റായിട്ട് മഞ്ഞപ്പൊടി ഇട്ട് ശരിക്കും ബീറ്റ് ചെയ്തിട്ട് അതിനെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിക്കി എടുക്കുകയാണ്. അതിന് വെച്ചിട്ടാണ് നമ്മൾ ഗാർണിഷ് ചെയ്യുന്നത്. നമ്മൾ ഷേപ്പ് ചെയ്യാം. നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് എടുക്കുക. നമുക്ക് ടൊമാറ്റോൻ്റെ ഫ്ലവറും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ റെഡിയായി. ചിക്കൻ ചിക്കി എന്ന് പറഞ്ഞ വിഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഇത് തനിയെ കഴിക്കാം. ഇല്ല അപ്പത്തിൻ്റെ ഒപ്പോ ചപ്പാത്തിയുടെ ഒപ്പോ റൈസിൻ്റെ ഒപ്പോ എങ്ങനെയും നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ലൊരു ഐറ്റമാണ്. സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാം.